ശ്രീകൃഷ്ണ ജ്യോതിശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിശാഖത്തിന്റെ കാൽഭാഗവും വിശാഖത്തിന്റെ അവസാന ഭാഗവും അതുപോലെ തന്നെ അനിഴവും തൃക്കേട്ടും ചേരുന്ന വൃശ്ചിക രാശിക്കാർക്കുള്ള മാർച്ച് മാസ ഫലമാണ് പറയുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി പൊതുവെ നോക്കുകയാണെങ്കിൽ വൃശ്ചികത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ വ്യാഴം തന്നെയാണ്. 2-ൽ ശനിയും, 3-ൽ ശുക്രനും, 5-ൽ ബുധനും, 6-ൽ ചൊവ്വയുമാണ് നിൽക്കുന്നത്. അപ്പൊ ഏകദേശം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ കുറച്ച് ഗുണാധിക്യം കാണുന്ന ഒരു മാസം തന്നെയാണ് ഇപ്പോൾ ഈ മാസത്തിൽ കാണുന്നത്. തൊഴിൽ മേഖല പൊതുവെ ഗുണപരമായിരിക്കും. തൊഴിൽ സാധ്യതകളും തെളിഞ്ഞു വരും. കർമ്മ പുരോഗതികൾക്കുള്ള ഒരു മാറ്റങ്ങൾ വരുവാനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ വസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. വിദേശത്ത് ജോലിയെടുക്കുന്നവർക്കെല്ലാം വളരെ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ചിന്തിക്കാവുന്ന ഒരു മാസമാണ്. ഏകദേശം മാർച്ച് 27-ാം തീയതി ആകുമ്പോഴേക്കും വ്യാഴത്തിന്റെ രാശി ഇപ്പൊ ജന്മത്തിൽ നിൽക്കുന്നതിൽ നിന്നും വ്യാഴം 2-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ധന, കുടുംബം, ഐശ്വര്യം, അഭിവൃദ്ധി എന്നിവ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധനം, അഭിവൃദ്ധി, കുടുംബം എന്നിവയെല്ലാം, സന്താനം എന്നിവയെല്ലാം ഇവർക്കുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും പ്രത്യേകം വരുന്നതാണ്. അവർക്ക് പറ്റാവുന്നതെല്ലാം ആ 27-ാം തീയതിക്ക് ശേഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ധനലാഭം, ഭാഗ്യകടാക്ഷങ്ങളിൽ ധനലാഭം വരുവാനുള്ള സാധ്യത ഉണ്ട്. അതുകൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ ഈ മാസം വളരെ ഗുണപരമായിട്ടുള്ളതാണ്. അംഗീകാരവും അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് വഴക്കുകൾ വല്ലതുമുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ കാണുന്നുണ്ട്. ഗവൺമെന്റ് കാര്യങ്ങളിൽ എല്ലാം അനുകൂലപരമായിട്ടുള്ള സ്ഥിതി ഉണ്ടാവും. പേപ്പർ വർക്കുകളെല്ലാം ശരിയാകാതിരിക്കുന്നവർക്ക് അതെല്ലാം ശരിയായി വരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഏകദേശം മാർച്ച് 27-ന് ശേഷം ശ്രമിക്കുന്നത് കൊണ്ട് ഗുണഫലമാണ് കാണുന്നത്. അങ്ങനെയുള്ളവരെല്ലാം മാർച്ച് 27-ന് ശേഷം പോയാൽ മതി. അതുപോലെ തന്നെ പോയാൽ തന്നെ അവിടെ ജോലിയും കിട്ടും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ അത് ഏജന്റ് വഴികൾ പോകുന്നവരെല്ലാം വളരെ സൂക്ഷിക്കണം. ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 20-ാം തീയതിക്ക് ശേഷം എല്ലാ മാർഗങ്ങളും വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് തെളിഞ്ഞു വരുന്നതാണ്. അതുവരെ ക്ഷമിക്കുക. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് അംഗീകാരം കിട്ടുവാനുള്ള സാഹചര്യങ്ങളും മറ്റും കാണുന്നുണ്ട്. പുതിയ മേഖലകൾ കണ്ടുപിടിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ ഉത്സാഹം വരുവാനും എക്സാം വരുന്നതുകൊണ്ട് അവർക്ക് ഉയർന്ന മാർക്ക് കിട്ടുവാനുമുള്ള സാധ്യതയുമെല്ലാം കാണുന്നുണ്ട്. വിവാഹങ്ങൾ ഇതുവരെ നടക്കാത്തവർക്ക് അവിചാരിതമായി പെണ്ണ് കെട്ടുവാനുള്ള സാഹചര്യങ്ങളും അത് വിവാഹ ബന്ധത്തിൽ അവസാനിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം 27-ന് ശേഷം വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം സ്ഥലമാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം 27-ാം തീയതിക്ക് ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുവാനുള്ള ചാൻസുകൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വസ്ത്രമേഖലയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് കാലങ്ങളായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സംവിധായകന്മാരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളോ എല്ലാം ഈ 27-ന് ശേഷം ഒന്ന് തലയെടുത്ത് വരുവാനുള്ള സാധ്യത ഉണ്ടാവും. സിനിമാ രംഗത്ത് തന്നെ പറയാം. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർ കുറച്ച് പ്രതിസന്ധി ഇപ്പോഴും കാണുന്നുണ്ട്. ഏകദേശം ഒരു 27-ാം തീയതിക്ക് ഒരു സമാധാനം കൈവരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം പൊതുവെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അത് കാരണം ഭാഗ്യസുക്ത വഴിപാട് നടത്തുന്നതുകൊണ്ട് ഇവർക്ക് വളരെ ഗുണപരമായിട്ടുള്ളതുണ്ട്. വിദേശ യാത്രയും വിദേശ ജോലി അന്വേഷിച്ചു പോകുന്നവർക്കും എല്ലാം 27-ന് ശേഷം എല്ലാം നടക്കുന്നതാണ്. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്കും മാർച്ച് 27-ാം തീയതിക്ക് ശേഷം ഏർപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് 27-ന് ശേഷം എല്ലാം നല്ല കാര്യങ്ങളെല്ലാം 27-ന് ശേഷം കണ്ട് ചെയ്തു തീർക്കണമാണ് നല്ലത്. അതുപോലെ ഗവൺമെന്റ് തലത്തിൽ ലോണുകളും വൻകിട ലോണുകളും മറ്റും എല്ലാം
എഴുതിയിട്ടുണ്ടെങ്കിൽ അതും 27-ാം തീയതിക്ക് ശേഷം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ചെയ്യേണ്ടതായിരുന്ന പരിഹാരം, അതായത് വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനമോ വ്യാഴാഴ്ച നടത്തുന്നതുകൊണ്ട് വളരെ ഗുണപരമായിട്ടുള്ളതാണ് കാണുന്നത്. അനിഴ നക്ഷത്രക്കാർക്ക് ശാസ്താവിന്, അതായത് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തുന്നതും ചുറ്റുവിളക്ക് നടത്തുന്നതും വളരെ ഗുണപരമാണ്. അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശ്രീരാമ ക്ഷേത്ര ദർശനം, ശ്രീരാമ ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം, അതുപോലെ തുളസിമാല, പാൽപ്പായസം, ഭാഗ്യസൂക്തം എന്നിവ നടത്തുന്നതുകൊണ്ട് ഗുണപരമായിട്ടുള്ള ഒരിതാണ് കാണുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് അവസാനത്തിൽ 4-ാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ശനിദശ കഴിഞ്ഞ് ബുധദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധദശാകാലത്തിൽ മഹാവിഷ്ണു ഭജനമാണ് പറഞ്ഞിരിക്കുന്നത്. മഹാവിഷ്ണുവിനെ സേവിക്കുക, ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുക എന്നിവ മൂലം കൊണ്ട് ബുധന്റെ ദശയ്ക്ക് ബലം കിട്ടുന്നതാണ്. അതുപോലെ അനിഴ നക്ഷത്രക്കാർക്ക് ഏകദേശം ഒരു 30 വയസ്സ് ശേഷമുള്ളവർക്കെല്ലാം ശുക്രദേശാകാലം, 5 വയസ്സ് വരെയുള്ള ശുക്രദേശാകാലം ഉണ്ടതാണ്. ശുക്രദേശ വളരെ മുതലെടുക്കുവാൻ നോക്കുക. ശുക്രദേശ കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യദശയുള്ളവർക്കും അതുപോലെ തന്നെ ഭഗവാന് വെള്ളിയാഴ്ച ശുക്രദേശം നടക്കുന്ന വെള്ളിയാഴ്ച പരിഹാരം ചെയ്യുന്നു. വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും വെളുത്ത പുഷ്പങ്ങളും കൊണ്ട് അർച്ചന ചെയ്യുന്നതും മൂലം വളരെ സമാധാനം കിട്ടും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏകദേശം ശുക്രദേശ ചെറുപ്പം ഒരു 25-30 വയസ്സ് വരെയുള്ള ശുക്രദേശിയായിരിക്കും. അവർക്കും ഇതേപോലെ വെളുത്ത പുഷ്പങ്ങളുള്ള അർച്ചന ചെയ്യുക. അതുപോലെ തന്നെ 38 വയസ്സ് ശേഷം 48 വയസ്സ് വരെയുള്ള ചന്ദ്രദേശാകാലം വളരെ ദോഷകരമായിരിക്കും. ആ ചന്ദ്രദേശാകാലം ജാതകത്തിന് അനുകൂലമല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതവും വെളുത്ത പുഷ്പങ്ങളുള്ള തിങ്കളാഴ്ച ഭഗവതിയെ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഈ മാസത്തെ രാശിഫലങ്ങൾ. നമസ്കാരം.